ഹായ് കൂട്ടുകാരെ, ദേ ഇന്ന് ഞാൻ വന്നേക്കണേ കുമ്പളങ്ങയും ബീഫും കറി വയ്ക്കണ വിധം പറയാനാണ്. അപ്പോൾ കുമ്പളങ്ങ ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വറങ്ങാറാകുമ്പോൾ മാത്രം ഗരം മസാല ഇട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ ചേർക്കുന്ന സാധനം എന്താ? ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ട് വന്നിട്ട് വേണം ഇത് രണ്ടും കൂടെ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ. ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പിന്നെ ഇപ്പോൾ നാടൻ കുമ്പളങ്ങ കിട്ടുന്ന സമയമാണല്ലോ, അപ്പോൾ ഒരു നാടൻ നല്ലൊരു കുമ്പളങ്ങയും കിട്ടി. അങ്ങനെ കുമ്പളങ്ങയും ഇറച്ചിയും കൂടെ ഇങ്ങനെ യോജിച്ച് തിളച്ച് ഞാൻ 2-ാം പാൽ ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 2-ാം പാൽ ചേർത്തിട്ട് ഇങ്ങനെ തിളച്ച് വരിക ഉണ്ടോ. കുമ്പളങ്ങയും വെന്തു, ഇറച്ചിയും വെന്തു. അപ്പം ഇനി ഞാൻ 1-ാം പാൽ ചേർക്കാൻ പോവാം. ചേർത്താൽ മതി. പിന്നെ ഇറച്ചി ഇവിടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇറച്ചി പാൽ വീഴുന്ന വേറെ, പിന്നെ ഇതാ പിടിയ. അപ്പോൾ ഇതിങ്ങനെ എല്ലാം വെന്ത് സെറ്റായി. ഇനി കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടായി. ഈ കടുക് പൊട്ടിക്കുമ്പോഴേ ഈ ഇറച്ചിക്കറികൾക്ക് കറി പൊട്ടിക്കുമ്പോൾ ഞാൻ പച്ചമുളകും കൂടി ഇടും. പച്ചമുളക് ഇടുമ്പോൾ വേറൊരു ഫ്ലെയർ വരുന്നുണ്ട്. ഉള്ളി ഇതും കൂടെ വേണം. ഇതൊക്കെ അമ്മായിയമ്മ പറഞ്ഞു തന്ന റെസിപ്പികളാട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, നാളെ കാണും വരെ.